നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 2 വർഷം. ദുരന്ത വാർഷികത്തോടനുബന്ധിച്ച പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ അനുസ്മരണവും പ്രാർത്ഥനയും സംഘടിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് രാവിലെ 6 മണി മുതൽ പുഷ്പാർച്ചനയും തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും നടത്തുന്നത്. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ്, KM ഷാജി എന്നിവർ പങ്കെടുക്കും. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ നിന്ന് അതിജീവിതർക്ക് ഹൃദയഭൂമിയിലേക്ക് വരാൻ 2 KSRTC ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. സിനോജ് തോമസും ദീപക് മോഹനും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ദീപക് മോഹനിലേക്കാണ്. ദീപക്, ഈ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചുപോയ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. ആ മനുഷ്യർക്ക് ഇപ്പോഴും ആ ഭീതി മുഴുവനായി മാറിയിട്ടില്ല, പൂർണ്ണമായും ആ നാട് അതിജീവിച്ചിട്ടുമില്ല. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചങ്ങിറങ്ങി ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ സംസ്ഥാനം ഒട്ടാകെയും ചെയ്തത്. അപ്പോൾ ഇന്ന് ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? റോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം. 298 ആളുകളുടെ ജീവനാണ് ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പൊലിഞ്ഞത്. ഇന്നിപ്പോൾ ആ ജീവൻ പൊലിഞ്ഞ ആളുകൾക്ക് 2 വർഷം തികയുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്. ആ ദുരന്തത്തിന്റെ ഒരു അനുസ്മരണം എന്നോണമാണ് ഹൃദയഭൂമിയിൽ ദുരന്തത്തിൽ ജീവനുകൾ നഷ്ടപ്പെട്ട ആളുകളെ അടക്കം ചെയ്തിരിക്കുന്ന സംസ്കരിച്ചിരിക്കുന്ന പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുഷ്പാർച്ചനയാണ് ഏറ്റവും ആദ്യത്തെ പരിപാടി. അതിനുശേഷം സർവ്വമത പ്രാർത്ഥനയുണ്ടാകും. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംയുക്തമായ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 7 മണിയോടുകൂടി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിൽ ഇന്ന് രാവിലെ പുഷ്പാർച്ചനയുണ്ട്. ദുരന്തബാധിതരായ ആളുകളെ സർക്കാർ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ള പ്രത്യേക ബസ്സിൽ ദുരന്തബാധിതരായ ആളുകൾ ഹൃദയഭൂമിയിലേക്ക് പോകുക. അവിടെ പുഷ്പാർച്ചന ഉണ്ടാകും. അതിനുശേഷം സർവ്വമത പ്രാർത്ഥനയും ഒപ്പം അനുസ്മരണ യോഗവും ചേരുന്നുണ്ട്. പ്രധാനമായും ഈ ദുരന്തമുണ്ടായ സമയത്തുണ്ടായിരുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഇപ്പോഴത്തെ കൃഷിമന്ത്രി T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരിക്കും പ്രധാനമായും ഹൃദയഭൂമിയിലെ പരിപാടികളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ദുരന്തബാധിതരൊക്കെ തന്നെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം ഈ ബെയിലി പാലത്തിനടുത്തേക്ക്, അതായത് ചൂരൽമലയിലേക്കോ, അവിടെയും സർവ്വമത പ്രാർത്ഥനയും അതോടൊപ്പം പുഷ്പാർച്ചനയുമുണ്ട്. രാവിലെ 7 മണിക്ക് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉണ്ണിമാഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ബെയിലി പാലത്തിൽ പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഓർത്തെടുക്കൽ, അതായത് ഒരു ഗ്രാമമായി അതിരുകളില്ലാത്ത ജാതിമത ഭേദമില്ലാത്ത ഒരു ഗ്രാമത്തിന്റെ, മൺമറഞ്ഞു പോയൊരു ഗ്രാമത്തിന്റെ ഒത്തുചേരൽ, അതോടൊപ്പം അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ ഒന്ന് അനുസ്മരിക്കുന്ന ഒരു യോഗം കൂടിയാണ്, ഒരു ചടങ്ങ് കൂടി ഇന്ന് നടക്കും. ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ഒരു ചടങ്ങാണ്. കാരണം അടുത്തറിയുന്ന ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഈ വലിയ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അവരെയൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു വീണ്ടെടുപ്പ് കൂടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണ ചൂരൽമലയുടെ 2ാം വാർഷികം ഇവർ കാണുന്നത്. പ്രധാനമായും രാവിലെ ഈ ഭാഗത്തേക്ക് പോകാൻ അവർക്ക് ബസ്സുണ്ട്. അതോടൊപ്പം ചൂരൽമലയിൽ പോയി സന്ദർശിക്കും എന്നുള്ളൊരു കാര്യവും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ദുരന്തബാധിതരായിട്ടുള്ള പല ആളുകളും ഇപ്പോഴും ആ ദുരന്തത്തിന് ശേഷം ചൂരൽമലയിലേക്ക് ഒരു തവണ പോലും പോകാത്ത ആളുകളുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും അതോടൊപ്പം ഈ ഹൃദയഭൂമിയിലും ചൂരൽമലയിലും ചടങ്ങുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ചടങ്ങ് സർവ്വമത പ്രാർത്ഥനയാണ്. അതിനുശേഷം ഈ അനുസ്മരണ യോഗത്തിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. റോഷ്നി. ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനോജ് ഉണ്ട് ചൂരൽമലയിൽ നിന്ന്. സിനോജ്, ഒരു രാത്രി പെയ്തിറങ്ങിയ ദുരന്തമാണ്. അതൊരു നാട് ഒന്നാകെ അതിലൊലിച്ചുപോയി 298 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക കണക്കുകളൊക്കെ പറയുന്നത്. ഇന്ന് അതിന്റെ ഓർമ്മ പുതുക്കലാണ്. അവിടെ ജീവൻ നഷ്ടമായവരെ ഓർത്തെടുക്കുന്ന ദിവസം കൂടിയാണ്. ഒപ്പം അതിജീവനത്തിന്റെ 2 ആണ്ട് എന്നുകൂടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും റോഷനി, കീർത്തന, ഞാനുള്ളത് ചൂരൽമലയിലാണ്, ദുരന്ത ഭൂമിയിലാണ്, ബെയിലി പാലത്തിലാണ്. അന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിലാണ് ഞാനുള്ളത്. 2 വർഷങ്ങൾക്കിപ്പുറം, അതായത് ഇന്ന് ജൂലൈ 30, 2 വർഷം മുൻപ് ജൂലൈ 30 പുലർന്നത് ഇങ്ങനെയായിരുന്നില്ല. ഇന്നാണെങ്കിൽ ശാന്തമാണ്. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണ് ചൂരൽമലയിൽ ഉള്ളത്. ഇന്നിതാ ഈ പുന്നപ്പുഴ, ബെയിലി പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ പുന്നപ്പുഴ ശാന്തമായി ഒഴുകുകയാണ്. അതായത് 2 വർഷം മുൻപ് ഇങ്ങനെയായിരുന്നില്ല. അന്നും നമ്മളിവിടെ വന്ന ഘട്ടത്തിലൊക്കെ കാണുന്ന കാഴ്ചകൾ ഇതായിരുന്നില്ല. ആളുകൾ കരഞ്ഞുകൊണ്ട് ഓടുന്നു, ഉറ്റവരെയും ഉടയവരെയും കാണാതെ ആളുകൾ
ഓടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ വെള്ളാർമല സ്കൂളുണ്ട്. നേരത്തെ ദീപക് മോഹൻ പറഞ്ഞതുപോലെ തന്നെ 33 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട സ്കൂളാണ് വെള്ളാർമല സ്കൂള്. ഈ വെള്ളരിമലയുടെ താഴ്വാരത്തുള്ള വെള്ളാർമല സ്കൂള്, പുന്നപ്പുഴയോരത്തുള്ള വെള്ളാർമല സ്കൂള്. ആ പാട്ടൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ കാതുകളിൽ കേൾക്കുന്നുണ്ട്. ഉണ്ണിമാഷിന്റെയും കുട്ടികളുടെയും പാട്ടുകളൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉണ്ണിമാഷും കുട്ടികളും വരും. ഇന്ന് ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂരൽമല ഭാഗത്തുള്ള കുട്ടികളോട് ഇന്ന് ഇവിടേക്ക് വരാൻ വേണ്ടി ഉണ്ണിമാഷ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിമാഷും ആലപ്പുഴയിലേക്ക് കുട്ടനാടേക്ക് ട്രാൻസ്ഫറായി ഉണ്ണിമാഷ് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ മല പുഞ്ചിരം മട്ടം മുണ്ടക്കേ ഭാഗത്തേക്ക് നോക്കിയാണ് നല്ല കോടമഞ്ഞാണ്. പക്ഷേ 2 വർഷം മുൻപ് ആ മലയുടെ മുകളിൽ നിന്നാണ് ഉരുൾ നാടിനെ തൂത്തെറിഞ്ഞുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് ഉരുൾ പൊട്ടി ഒഴുകി വന്ന മലയാണ് ഇപ്പോൾ മഞ്ഞ് മൂടി ഈ നീലാകാശമായി കിടക്കുന്നത്. വളരെ ശാന്തമായി കിടക്കുന്ന ഒരു പ്രദേശം. പ്രകൃതി ആ മുറിവുകൾ ഉണക്കുകയാണ്. പച്ചപ്പൊക്കെ തന്നെ ഈ മുറിപ്പാടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ മനസ്സിലുണ്ടായ മുറിവുകൾ അത്ര വേഗത്തിൽ ഉണങ്ങുകയില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പുന്നപ്പുഴയാണ്. ഈ പുന്നപ്പുഴ നവീകരിക്കാൻ വേണ്ടി ഇവിടെയുള്ള കല്ലും മണ്ണൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി 195 കോടി രൂപയുടെ ഒരു കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകിയിരുന്നു. പക്ഷേ 2 വർഷത്തിനിപ്പുറവും അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ എങ്ങും എത്തിയിട്ടില്ല. അതായത് ഈ കല്ലും മണ്ണൊക്കെ തന്നെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് വാരിയെടുത്ത് ഇരുവശങ്ങളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ബെയിലിപ്പാലത്ത് നിന്ന് മുണ്ടക്കൈ വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ പാർശ്വഭിത്തി കെട്ടാനൊക്കെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പോലും ഈ 2 വർഷത്തിനിപ്പുറത്തേക്ക് നടന്നിട്ടില്ല. അട്ടമല ഭാഗത്തേക്ക് റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അതിജീവനത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അതായത് ഇത്ര വലിയ ഉരുൾപൊട്ടൽ 298 മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഈ ദുരന്തത്തിൽ അന്ന് അതിജീവിച്ച ഒരു ആൽമരമാണ്. അന്ന് വലിയ ശ്രദ്ധ ആകർഷിച്ചാണ്. ഈ ആൽമരത്തിന് ചുവട്ടിലുണ്ടായിരുന്ന ക്ഷേത്രം ഉൾപ്പെടെ അന്ന് ഒലിച്ചു പോയിരുന്നു. പക്ഷേ ഈ ആൽമരമാണ് അന്ന് രക്ഷാപ്രവർത്തകർക്കും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കും ഒരു തണലേകാനും ഒന്ന് ഇരിക്കാനൊക്കെ ഒരു വഴിയൊരുക്കിയ പ്രകൃതിയുടെ ഒരു സമ്മാനം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ട ആൽമരം. അങ്ങനെ അതിജീവനത്തിന് പ്രതീകമായി ആൽമരം ഇന്നും ഈ ദുരന്ത ഭൂമിയിൽ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് 7 മണിയോടുകൂടി തന്നെ ഈ അതിജീവിതരും ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. ഈ 2ാം വാർഷികത്തിൽ ഇവിടെ എത്തി ഈ ബെയിലിപ്പാലത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പുത്തുമലയിൽ ഹൃദയഭൂമിയിലേക്ക് ആളുകൾ പോവുകയും ചെയ്യുക. ഏതായാലും ഉണ്ണിമാഷും കുട്ടികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും കാണാം ദുരന്തത്തിന് സ്മാരകമായി ഈ പുന്നപ്പുഴയോരത്തെ വീടുകൾ ഇപ്പോഴും അതേപടി തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അട്ടമല മുണ്ടക്കൈ ഭാഗത്ത് 60ഓളം കുടുംബങ്ങളെ ഈ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. ഈ ഇടത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചൂരൽമല ടൗൺ ആണ്. ആ ടൗണിലെ നിരവധി കടകളാണ് അന്ന് നശിച്ചു പോയത്. റേഷൻ കട ഉൾപ്പെടെ അന്ന് പൂർണ്ണമായി നശിച്ചു പോയിരുന്നു. ഈ കടകൾ നടത്തുന്നവർക്ക് ഒരു നഷ്ടപരിഹാരം വേണം, അവർക്കൊരു പുനരധിവാസം വേണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അങ്ങകലെ നിൽക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ സംഘടനകളൊക്കെ തന്നെ ചില സഹായങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കോർഡിനേറ്റ് ചെയ്ത ഒരു സഹായം ലഭിച്ചിട്ടില്ല എന്ന പരാതി ഇപ്പോഴും ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാർ ടൗൺഷിപ്പിൽ 178 പേർക്ക് ആദ്യഘട്ടത്തിൽ വീട് നൽകി. 2ാം ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്ന ആരോപണമൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതിനിടയിലും ഈ കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, കെട്ടിടങ്ങൾ കടമുറികൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഹോം സ്റ്റേകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ലോണുകൾ എഴുതി തള്ളുന്ന കാര്യത്തിലും എല്ലാവരുടെയും ലോണുകൾ എഴുതി തള്ളിയിട്ടില്ല. ഒരു അന്തിമ തീരുമാനം അതിലും ഈ 2 വർഷത്തിനിപ്പുറം ആയിട്ടില്ല. ഏതായാലും ഉപസമിതി രൂപീകരിച്ച് വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കും എന്നൊക്കെ തന്നെ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടികളൊക്കെ തന്നെ നീണ്ടുപോകുന്നു. നമ്മൾ 2 വർഷത്തിനിപ്പുറം നിൽക്കുമ്പോഴും ഈ ഞാൻ നിൽക്കുന്ന ബെയിലിപ്പാലത്തിന് ബദലായി ഒരു പാലം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവൃത്തികളും ഇതുവരെ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതായാലും 2 വർഷങ്ങൾക്കിപ്പുറം അതിജീവനം അതിന്റെ പാതയിലൂടെ നീങ്ങുകയാണ്. പക്ഷേ മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഉണങ്ങാൻ ഇനിയും സമയമെടുക്കും. പ്രകൃതി സ്വാഭാവികമായും അതിന്റെ മുറിവ് ഉണക്കി തുടങ്ങിയിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഉരുൾപൊട്ടി ഒഴുകി വന്ന എല്ലാ സ്ഥലത്തും പച്ചപ്പ് നിറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. റോഷ്നി, യെസ്, അതാണ് സിനോജ് തോമസ് നിൽക്കുന്ന ബെയിലി പാലത്തിന്റെ ഫ്രെയിം ഇന്ന് മനോഹരമാണ് കീർത്തന. പക്ഷെ അത് വേദന എത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ അത് അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അവർക്കാണ് പറയാൻ കഴിയുക. ഷഹദ് കൂടി ചേരുന്നുണ്ട് അവിടെ നിന്നും. ഷഹദ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. പക്ഷേ പതുക്കെ പതുക്കെ പടിയായി സാധാരണ ജീവിതത്തിലേക്ക് കയറി വരുന്ന മനുഷ്യരാണ്. ഇന്നിപ്പോൾ പുത്തുമല ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയുണ്ട്. അപ്പോൾ ഒരുപാട് ജനപ്രതിനിധികൾ എത്തുമ്പോൾ ആ മനുഷ്യരുടെ കൈപിടിക്കുമ്പോഴൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാകും, ചെറിയ ആശ്വാസമെങ്കിലും ഉണ്ടാകും. റോഷ്നി, തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നത് പുത്തുമലയിലാണ്. നമുക്കറിയാം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയുണ്ട്. ഇതുപോലെ തന്നെ ആയിരുന്നു 2 വർഷം മുൻപ് ഒരു ചെറിയ ചാറ്റൽ മഴയിൽ ആരംഭിച്ചതാണ്. പക്ഷേ പിന്നീട് ഒരു കനത്ത മഴയായി മാറുകയും ഈ നാടിനെ ഒന്നാകെ ഉരുളെടുക്കുന്ന ഒരു കാഴ്ചയുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ്, അതായത് ഈ ഹൃദയഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭൂമിയിലാണ് ഈ പുത്തുമലയിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ സംസ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ കാണാം. പക്ഷെ അതിൽ ഇപ്പോഴും വേദനയുള്ളത്
എന്നുള്ളത്, അല്ലെങ്കിൽ ആളുകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, അത് ഇപ്പോഴും ഇതിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത നിരവധി പേരുണ്ട്. ആ ഒരു കുടുംബം അവർ ഇപ്പോഴും തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടിയും ഉടയവർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നു എന്നുള്ളതും ഏറെ വേദന ജനിപ്പിക്കുന്ന ഒന്നാണ്. നേരത്തെ സിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമി അതിൻ്റെ ഈ പിളർപ്പെല്ലാം മാറ്റി അവിടെ പച്ചപ്പ് വന്നിരിക്കുന്നു, ആകാശം നീല കളറായിരിക്കുന്നു, ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ആ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസവും മിനിറ്റും സെക്കൻഡും വെച്ച് അവരെ വിട്ടുപിരിഞ്ഞ അവരുടെ ബന്ധുക്കളെയും അമ്മയെയും അച്ഛനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തന്നെ അവർ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണയും അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ വരുന്ന സമയത്ത്, അതായത് ഇവിടെ നിന്ന് പലരും പല ഭാഗങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്, പല ഇടങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വീണ്ടും അവർ പരസ്പരം കാണുന്നു, ആലിംഗനം ചെയ്യുന്നു, പരസ്പരം സങ്കടങ്ങൾ, വേദനകൾ, സന്തോഷങ്ങൾ ഒക്കെ തന്നെ പങ്കുവെക്കുന്നു. അങ്ങനെ അവർ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. മാത്രമല്ല വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കൂടിയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം 3 മക്കളും ഒപ്പം തന്നെ അവരുടെ അച്ചമ്മയും വിട പറഞ്ഞിട്ടുള്ള അവരുടെ കല്ലറയാണ് ഇവിടെ ഉള്ളത്. അത് നിവേദ്, അതുപോലെ തന്നെ ധ്യാൻ, ഇഷാൻ, ഈ 3 മക്കളെയാണ് ആ കുടുംബത്തിനെ നഷ്ടമായത്. ഒപ്പം തന്നെ അവരുടെ അച്ചമ്മയായിട്ടുള്ള രാജമ്മ എന്ന് പറയുന്ന സ്ത്രീയെയുമാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ പേന, മിഠായികൾ, അങ്ങനെ എല്ലാം ആയിട്ടുള്ള സാധനങ്ങൾ അവരിവിടെ കരുതി വെച്ചിരിക്കുകയാണ്. കാരണം അത്രയധികം ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും തളം കെട്ടിക്കിടക്കുന്നു. അവർക്ക് ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. പലതരത്തിൽ അവർ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കൊടുത്ത് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹായിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് ജോലി നൽകാൻ ആളുകൾ സന്നദ്ധരായിട്ട് വരുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അപ്പോഴും അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവർക്കൊപ്പം കളിച്ച് ചിരിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും ഇന്ന് അവർക്കൊപ്പം ഇല്ല എന്നുള്ള ആ വേദന അവരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ അതിജീവിക്കും. കാരണം നമ്മൾ കണ്ടതാണ് നമുക്കൊപ്പമുള്ള ഈ മനുഷ്യരെ, നമ്മളെല്ലാവരും ചേർത്ത് നിർത്തിയതാണ് നമുക്കൊപ്പമുള്ള ഈ മനുഷ്യരെ. അപ്പോൾ അവരെല്ലാവരും ഇനിയും ഇത്തരത്തിലുള്ള ഓർമ്മകൾ പതിയെ മാഞ്ഞു വരും. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ പുതിയ ലോകത്തേക്ക് പറന്നുയരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് ഓരോ ഘട്ടത്തിലും നമ്മളെല്ലാവരും പങ്കുവെക്കുന്നത്. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ ദുരന്തം നടന്നിട്ടും ഈ മേഖലയിലേക്ക് അന്ന് ഇവിടെ നിന്ന് പോയതാണ്, പിന്നീട് ഇതുവരെ ഈ മേഖലയിലേക്ക് വരാത്ത നിരവധി ആളുകളും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നിൽക്കുന്ന ഇവിടെ സർവ്വമത പ്രാർത്ഥനയുണ്ട്. ഓരോ ബന്ധുമിത്രാദികളും ഇവിടെ വരും, അവരവരുടെ കല്ലറകളിൽ ചെന്ന് പ്രാർത്ഥനയും നടത്തും. യെസ്, ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യർ ഇന്ന് ആ ഭൂമിയിലെത്തും. ഹൃദയഭേദകമായ കാഴ്ചയാണ്. വേർപെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ശവകുടീരത്തിൽ കുഞ്ഞ് മിഠായികളും കളിപ്പാട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ബന്ധുക്കളും നാട്ടുകാരും മറ്റെവിടെ നിന്നൊക്കെയോ വരുന്ന ആളുകളും. ഷഹദ